ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സയൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിവിടെ സയൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. നമ്മൾ ലാബ് അസിസ്റ്റന്റിന് ക്ലാസ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് എൻട്രിയിലേക്ക് ഞാൻ കയറിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് എനിക്കത് തുടരാൻ പറ്റാഞ്ഞത്. ഓക്കെ, ഇപ്പം നമ്മൾ ഫുള്ള് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇനി എക്സാമിൻ്റെ സമയമാണ്. ഇനി നമ്മുടെ പ്ലാൻ എന്താണ് അതാണ് പറയുന്നത്. നമുക്ക് എൻട്രിയിൽ ഡെയിലി ക്ലാസ് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുള്ളും ആവുന്നുണ്ടല്ലേ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എക്സാം അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളുടെ പ്ലാൻ എന്താണ് അതൊന്ന് പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ വഴി എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് കംപ്ലീറ്റ് റിവിഷൻ ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ശനിയാഴ്ച മാത്രമായിട്ട് ഫുള്ളൊന്ന് റിവിഷൻ ചെയ്തെത്താം. അത് നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. നിങ്ങളുടെ സമയം അനുസരിച്ച് നമുക്കത് സെറ്റാക്കാം. പിന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കറണ്ട് അഫയേഴ്സ് അല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇത് റിവിഷൻ ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, എക്സാമിന് 1 മാസം മുന്നേ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം ഉറപ്പിക്കേണ്ടത് SCRT ആണ് കേട്ടോ. SCRT ആണ് ഏറ്റവും ബേസ്. കാരണം ഇപ്പോഴത്തെ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം SCRT നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ CPOയുടെ എക്സാം WCPO പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ CPOയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ മൊത്തം എന്താണ്? SCRT ആണ്. SCRTയുടെ ഒരു കളിയാണ് അവിടെ അല്ലേ. അപ്പോൾ SCRT കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റീസെൻ്റ് ആയിട്ടുള്ള മറ്റ് ചോദ്യ പേപ്പറുകളെല്ലാം എടുക്കുമ്പോൾ PYQ, പഴയ PYQs അതേപടി കയറി വരുന്നുണ്ട്. അപ്പോൾ പഴയ PYQs, അതായത് നിങ്ങൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പോൾ SCRT പ്ലസ് PYQ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ ഏറ്റവും ബേസ് ആണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾ ഉറപ്പിക്കാൻ നോക്കുക. എങ്ങനെയും അത് എന്താണ്, കുറച്ച് പഠിച്ചുകൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ഉറപ്പിച്ചോളുക. 30 മാർക്ക് സേഫ് ആക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ ആയിരിക്കും എന്ത് വരേണ്ടത്? ഈ SCRT കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, SCRTയും PYQ. ഇതിന് ശേഷം വേണം നിങ്ങൾ എന്തു തന്നെയാണെങ്കിലും ബിൽഡ് ചെയ്തെടുക്കാൻ. പിന്നെ കറണ്ട് അഫയേഴ്സ് ഡെയിലി കൊണ്ടുപോകണം. കറണ്ട് അഫയേഴ്സ് ആണ് ഇതിന് ശേഷം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്ത് തരുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് SCRT ബേസ് ക്ലിയർ ആക്കുക, ഫൗണ്ടേഷൻ നമ്മൾ ക്ലിയർ ആക്കുക. PSC ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും ആദ്യം ഉറപ്പിക്കേണ്ടത് എന്താണ്? ഫൗണ്ടേഷൻ ആണ്. മനസ്സിലായോ? ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ നമുക്ക് കിട്ടുന്നത് SCRT വഴിയാണ്. അപ്പോൾ SCRT നിങ്ങൾ 5 തൊട്ട് 10 വരെ ഉള്ളതെങ്കിലും മിനിമം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. ഏതാണ്? ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്. ഓക്കെ, ഇത്രയെങ്കിലും നല്ല രീതിയിൽ പഠിക്കുക. അത്രയും ബേസ് ആണ്. ഓക്കെ, ഇത്രയും ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? അടുത്ത സയൻസ് എന്ന് പറഞ്ഞാൽ 5 തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള SCRT നിങ്ങൾ പഠിക്കണം. അതിൽ 5 തൊട്ട് 10 വരെയുള്ള SCRT പഠിച്ചിട്ട് 11, 12 സെലക്ട് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. അതായത് ഹ്യൂമൻ ബോഡി, ഹെൽത്ത് ആൻഡ് ഡിസീസ്, എൻവയോൺമെൻറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതും കൂടെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ സയൻസ് പക്കയാവും. അതിൻ്റെ അപ്പുറം ഒന്നും ചോദിക്കൂല. മനസ്സിലാവും? സയൻസിന് വേറെ ഒന്നും ചോദിക്കൂല. ചിലപ്പോൾ ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫിക്കൊക്കെ ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ബുക്സിൽ നിന്നൊക്കെ 1-2 ചോദ്യം വരാം. അത് നിങ്ങൾ വിട്ടേക്കുക. അല്ലാതെ ചോദിക്കുന്ന എന്ന് പറഞ്ഞാൽ സയൻസിന് വേറെ എവിടുന്നും ചോദിക്കില്ല. സയൻസിന് ഇത് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ സയൻസിലും ഇതേക്കുള്ള ബാക്കി സബ്ജക്റ്റുകളിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ആണ്. ഈ കറണ്ട് അഫയേഴ്സ് ഡെയിലി പത്രം വായിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മമാരും ഒക്കെ ഡെയിലി പത്രം വായിക്കുക. അവർക്ക് പത്രം ഇല്ലെങ്കിൽ പറ്റൂല. അവർ നമ്മൾ PSC പഠിക്കുവാണ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് ചില ചോദ്യം ചോദിക്കും. ഇന്ന സ്ഥലത്തെ പ്രസിഡന്റ് ആരാണ്, അല്ലെങ്കിൽ ആ സ്ഥലത്തെ കളക്ടർ ആരാണ്, അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുക. ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആരാണെന്നൊക്കെ നമ്മളെടുത്ത് ചോദിക്കും. അപ്പോൾ നമുക്കറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവർ നമ്മളെടുത്ത് പറയും, ഇനി പിന്നെ എന്തുവാ പഠിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം നമ്മൾക്ക് അവിടെ ഒരു ഇത് തോന്നത്തില്ലേ? അതെന്താണ് സംഭവം, എനിക്കറിയാതെ ഇവർക്കറിയാമല്ലോ അല്ലേ. ഞാൻ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കറണ്ട് അഫയേഴ്സിലേക്ക് മെയിനായിട്ടും വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കും. അവർക്ക് പക്ഷേ ഇതൊക്കെ ഓർമ്മ കാണും. എങ്ങനെയാണ് ഇത്രയും പ്രായമുള്ള അവർക്ക് അത് ഓർമ്മ കാണുന്നത്? അവർ ഡെയിലി പത്രം വായിക്കും. ഡെയിലി പത്രം വായിക്കുമ്പോൾ അവരറിയാതെ തന്നെ അത് റിവിഷനായിട്ട് വരും. കാരണം ഇന്നത്തെ ന്യൂസിലുള്ളതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നാളെ
മറ്റന്നാൾ, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന് എന്തെങ്കിലും അപ്ഡേഷൻ വരുമ്പോൾ വീണ്ടും അവിടെയും വരും, ഒരു മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ അവിടെയും വരും. അപ്പോൾ അവർ പോലും അറിയാതെ ഇങ്ങനെ ഒരാൾ തന്നെ, ഇപ്പോൾ ഒരു പ്രസിഡന്റ് ആണെങ്കിൽ തന്നെ, ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാര്യമാണെങ്കിൽ പല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബില്ലുകൾ പാസ്സാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ അവർ പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇത് റിപ്പീറ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ ഇങ്ങനെ തറച്ചിരിക്കും. അതുപോലെ പ്രധാനമന്ത്രി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പ്രധാനമന്ത്രിയുടെ പേര് ഉറച്ചിരിക്കും. അതേ കണക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്നവർക്ക് ഇതിങ്ങനെ തനി അവർ പോലും അറിയാതെ ഉറച്ച് വരും അല്ലേ. അങ്ങനെ റിവിഷനായിട്ട് അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് അവർക്ക് അത്ര ഓർമ്മ വരുന്നതും നമ്മൾ പത്രം വായിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഓർമ്മ വരാത്തത്. ഓക്കെ, അപ്പം നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലൂടെ നമ്മൾ 4 ന്യൂസ് പേപ്പറുകൾ അനലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം, കേരള കൗമുദി അല്ലെങ്കിൽ സുപ്രഭാതം, ഈ 4 ന്യൂസ് പേപ്പേഴ്സാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അനാലിസിസിലൂടെ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇവർ പറയുന്ന അതേ പ്രോസസ്സിലൂടെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പഠിക്കാനുള്ള കണ്ടൻസ് ആണ് നമ്മൾ കൂടുതലും അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അല്ലേ. മാക്സിമം കണ്ടൻസ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഡെയിലി നമ്മൾ പത്രം വായിക്കുന്നതിന് തുല്യമാവുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇത് റിപ്പീറ്റ് ആയിട്ട് കയറിയിടുമ്പോൾ നമുക്ക് വീണ്ടും അത് റിവിഷൻ ആവുന്നുണ്ട്. നമ്മൾ ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നത്. പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു റിവിഷൻ നമ്മളവിടെ ചെയ്യുന്നില്ലേ. അപ്പോൾ നമുക്ക് മറന്നു പോകാതെ നമുക്കത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ വീക്ക്ലീസ് ആയിട്ടുള്ള തൊഴിൽവാർത്ത, തൊഴിൽവീതി, PSC ബുള്ളറ്റിൻ, ഇത് നമ്മൾ ഉറപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ 1 മാസം മുന്നേ പഠിച്ച കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പം നമുക്ക് 1 മാസം കഴിഞ്ഞിട്ടുള്ള റിവിഷനും അവിടെ സെറ്റായി അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2023 പഠിക്കുന്നുണ്ട്. 2023ൻ്റെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒരു പ്രത്യേക സ്റ്റഡി പ്ലാനിലൂടെ പഠിച്ചെത്തി. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2023 നമ്മൾ റിവിഷൻ ചെയ്യുന്നില്ല. കാരണം അവിടെ സമയം കുറവാണ്, സമയം കുറച്ചേ ഉള്ളൂ. അപ്പം അതും കൂടെ റിവിഷൻ ചെയ്താൽ നമുക്ക് അത്രയും സമയം ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഇനി വരുന്ന എക്സാമിന് അതും വേണ്ടേ. അപ്പം അതിന് വേണ്ടിയും കൂടെയാണ് ഈ ഒരു വീഡിയോ കൊണ്ടുവന്നത്. അപ്പം നമുക്ക് ആ ഒരു റിവിഷനും കൂടെ നമുക്ക് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇനി തൊട്ടുള്ള ദിവസങ്ങളിൽ, അതായത് മിക്കവാറും ശനിയാഴ്ച ആയിരിക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സൗകര്യം. കാരണം ബാക്കിയുള്ള ദിവസം ഓൾറെഡി ആ 2 മണിക്കൂർ ക്ലാസ് കാണും. അപ്പം നമുക്ക് ശനിയാഴ്ചകളിൽ ഒരു 2:30 കേട്ടോ, ശനിയാഴ്ചകളിൽ 2:30 നമുക്ക് ഈ 2023 ഉൾപ്പെടെയുള്ള കറണ്ട് അഫയേഴ്സുകൾ, 2023 മാത്രമല്ല, നമുക്ക് ആദ്യം തൊട്ടേ ഉള്ള കറണ്ട് അഫയേഴ്സുകൾ നമുക്കൊന്ന് റിവിഷൻ ചെയ്തെത്താം. 2023 ഉൾപ്പെടെ ആയിരിക്കും നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വീക്കിലി ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ പഠിച്ചതും 2023 നമ്മൾ തുടങ്ങിയ സമയത്ത് പഠിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2023 നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ റിവിഷൻ ചെയ്തെത്തും. എക്സാമിന് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പോയി അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ പഠിത്തം നമ്മുടെ പക്കയായിരുന്നു. നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി കറക്റ്റാണ്. നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് എല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം അത് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, ഇനി ആ മറന്നു പോയിട്ടുള്ളത് 2023 അതും കൂടെ നമുക്കങ്ങ് സെറ്റാക്കി എടുത്താൽ നമ്മൾ പക്കയാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനി തൊട്ട് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 വെയിറ്റ് ചെയ്യുക. ഇന്ന് എന്തായാലും ഉണ്ടാവില്ല, ഇന്ന് ഈ വീഡിയോ ഇട്ടില്ലേ, അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ അല്ലേ. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ. നല്ല രീതിയിൽ പഠിക്കുക. എക്സാം അടുത്തിരിക്കുകയാണ്. ബാക്കി സബ്ജക്റ്റുകളും റിവിഷൻ ചെയ്യാനായിട്ട് നോക്കുക. കറണ്ട് അഫയേഴ്സിൽ മാത്രം ഒതുങ്ങരുത്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK വരുന്നുണ്ട്. അപ്പോൾ GK ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് പഠിക്കാൻ നോക്കുക. SCRT ബേസ് ഉറപ്പിക്കുക. 10 ദിവസം കൊണ്ട് തീർക്കാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ SCRT. 10 ദിവസം കൊണ്ട് നിങ്ങൾ SCRT അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് PYQs മാക്സിമം, ഇപ്പോഴത്തെ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ചെയ്ത് നോക്കുക. പഴയ PYQs അതിൻ്റെയൊക്കെ ബുക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള PYQ ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക, നിങ്ങൾക്ക് ആവശ്യമുള്ള PYQs ഞാൻ കൊണ്ടുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് തന്നെയാണെങ്കിലും ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനൽ സ്റ്റഡി വിത്ത് മഹിമ പൗർണമി, സ്പേസ് ഇടാതെ സ്റ്റഡി വിത്ത് മഹിമ പൗർണമി എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ടെലഗ്രാം ചാനൽ കിട്ടും. ഓക്കെ, ഇട്ടിട്ട് അത് ഞാൻ താഴെ കൊടുത്തേക്കാം ലിങ്ക്. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ആയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ മഹിമ പൗർണമി സ്പേസ് ഇടാതെ ടൈപ്പ് ചെയ്യണം. സ്പേസ് ഇട്ടാൽ വേറൊരു ചാനലിലേക്ക് പോകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാനലിലേക്ക് പോകും. ആ ചാനൽ ഇപ്പോൾ എൻ്റെ കയ്യിലല്ല. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആപ്പിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ചാനൽ. എൻ്റെ പേരാണെന്നേ ഉള്ളൂ അതിൻ്റെ ലിങ്കിന്. സംഭവം അതിപ്പോൾ എൻ്റെതല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്പേസ് ഇടാതെ മഹിമ പൗർണമി എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ഐഡിയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പേഴ്സണൽ മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അയക്കാം. ചാനലിൽ ജോയിൻ ചെയ്യാൻ സ്റ്റഡി വിത്ത് മഹിമ പൗർണമി എന്ന് സെർച്ച് ചെയ്യാം.
ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.